നമസ്കാരം. ചില സ്ത്രീ നക്ഷത്രങ്ങൾ ഉണ്ട്. അവരുടെ വിവാഹശേഷം ഭർത്താവിന് വളരെയധികം ഐശ്വര്യം കൊണ്ടുവരുന്നത് ഈ നക്ഷത്രജാതരായ സ്ത്രീകളിൽ കൂടിയായിരിക്കും. ചില ആളുകൾ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ജീവിതം തന്നെ മാറുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് പറയാറില്ലേ? ഇത് പലർക്കും അനുഭവമാണ്. പ്രത്യേകിച്ചും ഏറെക്കാലം ജീവിതത്തിൽ ഒപ്പമുണ്ടാകുന്ന ഒരാൾ വിവാഹത്തോടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഇത്തരം ചില വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ഭാര്യയായി വന്നു കഴിഞ്ഞാൽ വളരെയധികം സൗഭാഗ്യങ്ങൾ പങ്കാളിക്ക് നേടിക്കൊടുക്കുന്നതായിരിക്കും. കൂടാതെ സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ ജീവിതം ആകും ഇവർക്കുണ്ടാവുക. പങ്കാളിയാണ് തൻ്റെ ഭാഗ്യമെന്ന് അവർ വിശ്വസിക്കും. ആ വിശ്വാസം ശരിയാണെന്ന് ജ്യോതിഷവും പറയുന്നു. ചില നക്ഷത്രങ്ങളിലും രാശികളിലും ജനിച്ച ആളുകൾ ജീവിത പങ്കാളിയായി മാറുമ്പോൾ അതൊരു ഭാഗ്യമായി മാറും. അങ്ങനെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും നിറയ്ക്കുന്ന സ്ത്രീ നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ പ്രധാനമായും വരുന്നത് പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്രജാതരായ സ്ത്രീകളാണ്. കർക്കിടകം രാശിയിൽ ജനിച്ച ഇവർ മറ്റുള്ളവരോട് കരുതൽ കാണിക്കുന്നതിന് വളരെയധികം മുൻപിലാണ്. മാത്രവുമല്ല, ഇവർക്ക് മറ്റുള്ളവരുടെ ഉള്ളിലെന്താണെന്ന് മനസ്സിലാക്കുവാനും അവരുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിവുണ്ട്. ഈ ഗുണം കൊണ്ട് ഈ രാശിയിൽ പിറന്ന സ്ത്രീകൾ മികച്ച ഭാര്യമാരായിരിക്കും. അവർ ദാമ്പത്യത്തിലും കുടുംബത്തിലും ഐശ്വര്യത്തിനായി പ്രവർത്തിക്കും. പ്രതിസന്ധികളിൽ ഭർത്താവിന് വൈകാരികമായ പിന്തുണയും ഇവർക്ക് നൽകുവാൻ സാധിക്കും. ഈ ഗുണം കൊണ്ട് ഇവരെ ഭാര്യയായി ലഭിക്കുന്ന പുരുഷന്മാർക്ക് ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യുവാനുള്ള ധൈര്യവും ലഭിക്കുന്നതാണ്. പങ്കാളിക്ക് വൈകാരികമായ സുരക്ഷിതത്വം തോന്നുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള അവരുടെ കഴിവ് ആത്മവിശ്വാസത്തോടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ ഭർത്താക്കന്മാരെ പ്രാപ്തരാക്കുന്നു. ഈ അന്തരീക്ഷം പുരുഷന്മാർക്ക് വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് നിർണായകമാണ്. മാത്രവുമല്ല, കർക്കിടകം രാശിക്കാരായ സ്ത്രീകളുടെ വൈകാരിക ബുദ്ധി ബന്ധങ്ങളിൽ ഒരു സുപ്രധാന പങ്കുവഹിക്കുന്നു. സഹാനുഭൂതിയുടെയും അനുകമ്പയുടെയും പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നു. ഈ സ്വഭാവ സവിശേഷതകൾ അവരുടെ പങ്കാളിയുമായുള്ള ശക്തമായ ബന്ധം സ്ഥാപിക്കുവാൻ സഹായിക്കുന്നു. അത്തരം ബന്ധങ്ങൾ എപ്പോഴും യോജിപ്പിലും സന്തുലിതാവസ്ഥയിലും നീങ്ങുന്നത് കാണുവാൻ സാധിക്കും. കർക്കിടകം രാശിക്കാരായ സ്ത്രീകൾ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ്. അവരുടെ സമർപ്പണം വീട്ടിൽ സ്ഥിരതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നു. കുടുംബത്തെക്കുറിച്ച് ആശങ്കകളില്ലാതെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ അടിത്തറ അവരുടെ ഭർത്താക്കന്മാരെ അനുവദിക്കുന്നതാണ്. ഇന്നത്തെ അതിവേഗ ലോകത്ത് ഭാര്യമാർ നൽകുന്ന ഈ ഉറപ്പ് വളരെയധികം വിലമതിക്കാനാകാത്തതാണ്. മാത്രവുമല്ല, കുടുംബാംഗങ്ങൾക്ക് സുരക്ഷയും സന്തോഷവും സമാധാനവും നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കർക്കിടകം രാശിക്കാരായ സ്ത്രീകൾ വളരെയധികം മികവ് പുലർത്തുന്നു എന്ന് പറയുവാൻ സാധിക്കും. അവരുടെ വീടുകൾ പലപ്പോഴും സ്നേഹവും വിവേകവും വളരുന്ന സങ്കേതങ്ങളായി മാറുന്നു എന്നതിൽ അതിശയമില്ല. ഈ അന്തരീക്ഷം അവരുടെ പങ്കാളികൾക്ക് ഗുണം ചെയ്യുക മാത്രമല്ല, കുട്ടികളെയും മറ്റു കുടുംബാംഗങ്ങളെയും വൈകാരികമായി ശക്തരാക്കുകയും ചെയ്യുന്നു എന്ന കാഴ്ച നമുക്ക് അനുഭവവേദ്യമാണ്. അടുത്തതായി വരുന്നത് മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീജനങ്ങളാണ്. ചിങ്ങം രാശിയിൽ പിറന്ന ഇവർ മറ്റുള്ളവരെ ആകർഷിക്കുന്ന സവിശേഷമായ വ്യക്തിത്വവും ഹൃദ്യമായ പെരുമാറ്റവും ഇവരുടെ പ്രത്യേകതയാണ്.
ഇവരുടെ നേതൃഗുണം പങ്കാളിക്ക് ആത്മവിശ്വാസം പകരുകയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. ഈ രാശിയിലുള്ള സ്ത്രീകൾ ഊർജ്ജസ്വലമായ വ്യക്തിത്വത്തിനും ഹൃദ്യമായ പെരുമാറ്റത്തിനും പേരുകേട്ടവരാണ്. ആരെയും ആകർഷിക്കുന്ന ഇവരുടെ പെരുമാറ്റം പലപ്പോഴും സാമൂഹികവും തൊഴിൽപരവുമായ ഇടങ്ങളിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് പ്രയോജനകരമാകും. മറ്റുള്ളവരുമായി ഇടപഴകാനും ബന്ധപ്പെടാനുമുള്ള അവരുടെ കഴിവിലൂടെ ഭർത്താക്കന്മാർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുവാനും പുതിയ സംരംഭങ്ങളിലേക്കോ സഹകരണങ്ങളിലേക്കോ നയിച്ചേക്കാവുന്ന നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും ഇപ്രകാരം സാധിക്കും. സാമൂഹ്യ ബന്ധങ്ങളിൽ ചിങ്ങം രാശിക്കാരായ സ്ത്രീകൾ അവരുടെ ആത്മവിശ്വാസവും ഊഷ്മളതയും കൊണ്ട് വേറിട്ട് നിൽക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ പരിഗണനയും പ്രാധാന്യവും നൽകുവാൻ ഇക്കൂട്ടർക്ക് കഴിവുണ്ട്. ഈ ഗുണം അവരുടെ സ്വന്തം സാമൂഹിക നില മെച്ചപ്പെടുത്തുക മാത്രമല്ല, അവരുടെ പങ്കാളിയുടെ പദവി ഉയർത്തുകയും ചെയ്യും. ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ചിങ്ങം രാശിക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേകമായ കഴിവുണ്ട്. ഭർത്താവിൻ്റെ വളർച്ചയെയും വിജയത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണ നൽകുന്ന സ്ത്രീകളാണ് ചിങ്ങം രാശിക്കാർ. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹവും ഊർജ്ജസ്വലതയും പ്രകടിപ്പിക്കുന്ന ഇവർ കൂടുതൽ മികവിനായി പരിശ്രമിക്കുവാൻ ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഈ കൂട്ടത്തിൽ വരുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ. പ്രായോഗികതയുടെയും സൂക്ഷ്മമായ കാര്യങ്ങൾക്ക് പോലും പ്രാധാന്യം നൽകുന്നതിൻ്റെയും പ്രകൃതക്കാരാണ് കന്നിരാശിക്കാർ എന്ന് നിസ്സംശയം പറയാം. ഈ രാശിയിൽ പിറന്ന സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ വഴികാട്ടികളായി നിലകൊള്ളുകയും വിവേകപൂർണമായ സ്ഥിരതയേകുന്ന തീരുമാനങ്ങളിലേക്ക് അവരുടെ ഭർത്താക്കന്മാരെ എത്തിക്കുകയും ചെയ്യും. ഇവരുടെ അസാധാരണമായ സംഘടനാ പാഠവും ഭർത്താക്കന്മാർക്ക് വളരെയധികം നേട്ടമാകും. സമയം ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാൻ അവർ ഭർത്താവിനെ സഹായിക്കുന്നു. ഈ പിന്തുണ പങ്കാളിയെ വ്യക്തിപരവും തൊഴിൽപരവുമായ ലക്ഷ്യങ്ങൾക്കായി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും സഹായിക്കുന്നു. വിശദാംശങ്ങൾക്കും ചെറിയ കാര്യങ്ങൾക്കും അവർ നൽകുന്ന ശ്രദ്ധ ഒന്നും തന്നെ അവഗണിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ കാര്യങ്ങൾക്കും സമയക്രമം നിശ്ചയിക്കുന്നതിലും മുൻഗണനകൾ ക്രമീകരിക്കുന്നതിലും അവരെടുക്കുന്ന പ്രയത്നം കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമാക്കുവാൻ സഹായിക്കുന്നു. ഇതിലൂടെ ഇവരുടെ ഭർത്താക്കന്മാർക്ക് പ്രധാനപ്പെട്ട ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ എളുപ്പമാകുന്നു. ജോലിയും വ്യക്തിജീവിതവും സന്തുലിതമാക്കുവാനും വിവേകത്തോടെ സമയം നീക്കിവെക്കുവാനും ഈ സമീപനം ഇവരുടെ ഭർത്താക്കന്മാരെ അനുവദിക്കുന്നു. അടുത്തതായി ഈ ഗണത്തിൽ വരുന്നത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന രാശി. മീനം രാശിക്കാരായ സ്ത്രീകളുടെ അനുകമ്പാ മനോഭാവവും ഭാവനാശേഷിയും ബന്ധങ്ങളിൽ വൈകാരിക സന്തുലിതാവസ്ഥയും സർഗാത്മകമായ ഇടപെടലുകളും സാധ്യമാക്കുന്നു. ഇത് ഇവരുടെ ഭർത്താക്കന്മാരെ അകമഴിഞ്ഞ് സഹായിക്കുന്നു. അടുത്തതായി മേടം രാശിയിൽപ്പെട്ട അശ്വതിയും ഭരണിയും കാർത്തികയും അടങ്ങിയ നക്ഷത്ര സമൂഹമാണ്. മേടം രാശിക്കാരായ സ്ത്രീകൾ വളരെ ശക്തരും തൻ്റെയിടമുള്ളവരും ലക്ഷ്യങ്ങൾ ഉള്ളവരുമായിരിക്കും. അങ്ങനെയുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരെ പ്രചോദിപ്പിക്കുകയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുവാനും വിജയം നേടുവാനും സഹായിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും വന്നു ചേരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.